ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിച്ച് ആറ്റ് അറ്റ്ലിയറിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ക്യുഫ്രി കൊക്കോനെയും കൊണ്ട് പെഗാസസ് ഗ്യാരേജിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കൊക്കോ എഴുന്നേക്കുമ്പോ ക്യുഫ്രി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോവുകയാണ്, ദേ അങ്ങോട്ട് നോക്കൂന്ന് പറഞ്ഞ് കാണിക്കുവാണ്. അതാണ് എന്റെ അറ്റ്ലിയർ, നിനക്ക് പഠിക്കാനുള്ള പുതിയ സ്ഥലം കൂടിയാണത്. അങ്ങനെ അവര് താഴെ ഇറങ്ങി ക്യുഫ്രിയും കൊക്കയും നടന്നുകൊണ്ടിരിക്കുവാണ്. ക്യുഫ്രി കൊക്കോന്റെ അടുത്ത് നിന്റെ വീടിനെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ വീടിന് ചുറ്റും ഗാർഡ് ബാരിയർ സീഡ്സ് വിതച്ചിട്ടുണ്ട്, അത് വേഗം വളർന്ന് ആ വീടിനെ ബാരിയർ പോലെ പ്രൊട്ടക്ട് ചെയ്തോളും. അറ്റ്ലിയറിന്റെ അടുത്ത് എത്തുമ്പത്തേനും കൊക്കോ ഇതൊക്കെ കേട്ട് വളരെ വിഷമിക്കുവാണ്. ക്യുഫ്രി വന്ന് അവളെ സമാധാനിപ്പിച്ച്, നീ നിന്നെ തന്നെ കുറ്റം വിധിക്കാതിരിക്കെ, അത് നിനക്ക് അറിയാണ്ട് ചെയ്തു പോയ കാര്യമല്ലേ, നീ വാന്ന് പറഞ്ഞ് അവൾ അതിനകത്തേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് ക്യുഫ്രി റൂമിൽ വന്നിട്ട്, നീ നിന്റെ മുഖം ആദ്യം ഒന്ന് കഴുക്, കണ്ണീരൊക്കെ മാറ്റി നീ മുമ്പോട്ട് ചിന്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം പോലത്തെ ഒരു സാധനം എടുത്ത് അത് ഓപ്പൺ ചെയ്യുമ്പത്തേനും ഒരു വാട്ടർ ബോൾ ആയിട്ട് മാറുവാണ്. ഇന്ന് തൊട്ട് ഇതാണ് നിന്റെ വീട്. കൊക്കോ അത് കണ്ട് അത്ഭുതപ്പെട്ട് അവൾ അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണ്. കൊക്കോയ്ക്ക് അതെന്താന്ന് മനസ്സിലാവാണ്ട് ഇതെന്താന്ന് ചോദിക്കുവാണ്. ഇത് വെള്ളം അല്ലാണ്ട് എന്താന്ന് ക്യുഫ്രി പറഞ്ഞിട്ട് അവൻ ആലോചിക്കാണ്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. കൊക്കോ ആ വെള്ളം കണ്ടിട്ട് ആകെ അന്ത് വിട്ട് നിൽക്കുകയാണ്. അവൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വെള്ളം കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് കൊക്കോ ക്യുഫ്രി പോകുന്ന കണ്ടിട്ട്, നിക്ക്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് പോവോ. ആ സമയം അവൻ അവിടുന്ന് പോയിട്ടുണ്ടാവും. കൊക്കോ അറിയാണ്ട് ആ ഫോർബിഡൻ മാജിക് ഉപയോഗിച്ചത് കൊണ്ട് അവൾക്ക് മാജിക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ തൊടാൻ കൂടി അവൾക്ക് പേടിയായിരിക്കും. ആ സമയം മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട്, നീ എന്തിനാ പേടിക്കുന്നേ, മാജിക് ഒക്കെ വളരെ സിമ്പിൾ അല്ലേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ അതെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവള് കൊക്കോന്റെ അടുത്തേക്ക് വരുവാണ്. നിന്റെ കയ്യിലിരിക്കുന്നത് വേപ്പർ ബബിൾ ആണ്, ഇത് ഒരുതരം മാജിക് കൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തെ വാട്ടറാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ്. നീ നിന്റെ കൈ നീട്ടി പിടിക്കുന്നു, എന്നിട്ട് ആ വേപ്പർ ബോൾ ചരിക്കുമ്പത്തേനും അതിൽ നിന്ന് വെള്ളം അവളുടെ കയ്യിലോട്ട് ഒഴുകുവാണ്. കൊക്കോ അത് കണ്ടിട്ട് ഇത് വളരെ അമേസിംഗ് ആയിട്ടുണ്ട്, ഒരുപാട് നന്ദിന്ന് ആ പെൺകുട്ടീന്റെ അടുത്ത് പറയുവാണ്. അത് കേൾക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. കാരണം അവളോട് ആരെങ്കിലും താങ്ക് യു എന്ന് പറയുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ താങ്ക് യു പറഞ്ഞതിന് ഞാൻ നിന്നോട് താങ്ക് യു പറയുകയാണെന്ന് പറയുവാണ്. അങ്ങനെ അവര് പരസ്പരം താങ്ക് യു എന്ന് പറഞ്ഞ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പത്തേനും വേറൊരു പെൺകുട്ടി വന്നിട്ട് അവള് പറയുന്നത് നീ കാര്യാക്കണ്ട, അത് നീ ഇഗ്നോർ ചെയ്തേക്ക്, അവള് ടയേർഡായി അത് നിർത്തിക്കോളും. മൂന്നാമത് വന്ന പെൺകുട്ടിയുടെ പേര് റിച്ച് എന്നായിരിക്കും. കൊക്കോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ടിട്ടിയ എന്നായിരിക്കും. എന്നിട്ട് റിച്ച് നടന്നു വരുമ്പോ അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ നോക്കുവാണ്. അതിനകത്ത് ആ മാജിക് ഇങ്കും പെന്നും മാജിക്കിന് ഉപയോഗിക്കുന്ന ടൂൾസ് കൊക്കോ കാണുവാണ്. കൊക്കോ അവരോട് ചോദിക്കുവാണ്, നിങ്ങൾ രണ്ടുപേരും വിച്ചസ് ആകാൻ പോവുകയാണോ? അതിന് ടിട്ടിയെ മറുപടി പറയുകയാണ്, ഞങ്ങൾ പരിശീലകരാണ്, മാസ്റ്റർ ക്യുഫ്രിയോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അത് പറഞ്ഞ ഉടനെ ടിട്ടിയ കൊക്കോന്റെ അടുത്ത്, അല്ല നീ ആരാ, നീ എവിടെന്നാ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടേയിരിക്കുവാണ്. അപ്പൊ കൊക്കോ, എന്നെ ഒരു വിദ്യാർത്ഥിനി എന്നൊന്നും വിളിക്കാൻ ഇപ്പൊ പറ്റില്ല, ഇന്നലേക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സ്പെല്ല് പോലും ഞാൻ വരച്ചിട്ടില്ല, പക്ഷെ ഇന്നു മുതൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. അത് കേട്ട് രണ്ടുപേരുടെ ഫേസ് ഒക്കെ ഒന്ന് മാറുവാണ്. ഓ, അത് നീയാണല്ലേ, അപ്പോ നിന്നെ കുറിച്ചാണ് ആ റൂമേഴ്സ് പടരുന്നത്. അത് കേട്ട് കൊക്കോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, എന്ത് റൂമേഴ്സ് ആണ് പടരുന്നത്? അപ്പൊ ടിട്ടിയ, ആളുകൾ ഫോർബിഡൻ മാജിക് ഉപയോഗിച്ച ഒരു ഔട്ട്സൈഡറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അവളുടെ ഓർമ്മകളോടുകൂടെ അവളെ ഒരു പരിശീലകനാവാൻ സമ്മതിച്ചു. പെട്ടെന്ന് അവിടേക്ക് ക്യുഫ്രി വരുവാണ്. കൊക്കോ, നീ ഓക്കെ അല്ലേ? നിങ്ങളെ കണ്ടിട്ട് ഓരോരുത്തരായി പരിചയപ്പെട്ടു എന്ന് തോന്നുന്നു. റിച്ചേ, ടിട്ടിയ, നിങ്ങൾ രാവിലത്തെ വീട്ടുജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ റൂമിൽ പോയിരുന്നു പഠിക്കാൻ വേണ്ടിട്ട് പറയുവാണ്. ക്യുഫ്രി കൊക്കോന്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സ് വെച്ച് കൊടുക്കുവാണ്. അത് ക്യുഫ്രീന്റെ സ്റ്റുഡൻസ് ധരിക്കുന്നതായിരിക്കും. നീ പേടിക്കണ്ട, ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞു തരാം. കൊക്കോ അവൻ കൊടുത്ത വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിന് ശേഷം, ക്യുഫ്രി, ഇനി നമുക്ക് മാജിക്കിന്റെ സ്റ്റോറിയിലോട്ട് കടക്കാം. വളരെ കാലങ്ങൾക്ക് മുൻപ് മാജിക് പ്രത്യേകിച്ചൊന്നുമല്ലായിരുന്നു. ആകെ നമ്മുടെ കയ്യിൽ വേണ്ടത് കുറച്ച് പാറ്റേൺസും സ്പെഷ്യലായിട്ട് ചെയ്ത ഇങ്കും മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് സ്പെല്ല് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമായിരുന്നു. എന്നിരുന്നാലും വീണ്ടും വീണ്ടും അത് പ്രശ്നങ്ങൾക്ക് കാരണമായി. മനുഷ്യർക്ക് എന്തും ചെയ്യാൻ പവർ ഉണ്ടെങ്കിൽ അവർ എന്തു വേണമെങ്കിലും ചെയ്യും. അങ്ങനെ കുറെ ഭയാനകമായ സ്പെൽസ് നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യത്വമുള്ള ചിലർ
മറ്റുള്ളവരുടെ മാന്ത്രിക ഓർമ്മകൾ മായ്ക്കാൻ സംഘർഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒന്നിച്ച് കൂട്ടുചേർന്നു. മാന്ത്രിക രഹസ്യം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അവരവരുടെ ശിഷ്യന്മാർക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കരാർ ദിവസത്തിൽ നിന്ന് മാജിക് തിരഞ്ഞെടുക്കപ്പെട്ട ചില മനുഷ്യർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് മറ്റുള്ള സാധാ മനുഷ്യരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ആ ഒരു സത്യം പറഞ്ഞു പരത്തിയിരുന്നില്ലെങ്കിൽ ഈ ലോകം തന്നെ എന്നേക്കുമായി അവസാനിച്ചു പോയേനെ. രഹസ്യം സൂക്ഷിക്കാൻ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കേൾക്കേണ്ടി വന്നതില് എന്നോട് നീ ക്ഷമിക്കേ എന്ന് ക്യൂഫ്രി കൊക്കോന്റെ അടുത്ത് പറയുവാണ്. ഇല്ല, ഈ അവസ്ഥ ഞാനായിട്ട് വരുത്തി വെച്ചതാണ്. പിന്നെ എന്താണ് ഫോർബിഡൻ മാജിക് എന്ന് കൊക്കോ ചോദിക്കുവാണ്. സംഘർഷ സമയത്ത് വരച്ച സ്പെല്ലുകളെല്ലാം ആ കരാർ ദിവസം ബാൻ ചെയ്യപ്പെട്ടിരുന്നു. ആ മാജിക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് കേട്ടതും കൊക്കോ വന്ന് ക്യൂഫ്രീനെ പിടിച്ചിട്ട്, പ്ലീസ് എനിക്കിതൊക്കെ പറഞ്ഞതാ. ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത മാജിക്കിനെ പറ്റി എനിക്ക് കൂടുതൽ പഠിപ്പിച്ചു തരൂ. എന്താണെന്ന് അറിയില്ലെങ്കിൽ അവ എനിക്ക് ഉപയോഗിക്കാൻ പേടിയായിരിക്കും. എന്നിട്ട് ക്യൂഫ്രി പതുക്കെ കൊക്കോന്റെ അടുത്തിരുന്ന്, ഞാൻ എന്റെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാറുള്ളത്, ഒരു കാര്യത്തിനും തിരക്ക് കൂട്ടേണ്ടതില്ല. പക്ഷേ അത് നിനക്ക് കഷ്ടമായേക്കാം. എന്റെ കൂടെ വാന്ന് പറഞ്ഞ് ക്യൂഫ്രി കൊക്കോനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വളരെ അധികം എണ്ണമില്ലാത്ത ഫോർബിഡൻ മാജിക്കുകളുണ്ട്. ഒരു സ്പെല്ലും ഡയറക്റ്റായി മനുഷ്യന്റെ ശരീരത്തിൽ ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യവും വിലക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പരിവർത്തനം, പ്രായവ്യതിയാനം, വാതിലുകളോ വാഹനങ്ങളോ ഇല്ലാത്ത ടെലിപ്പോർട്ടേഷൻ, അതേപോലെ മാനിപ്പുലേഷൻ, മനുഷ്യന്റെ ചിന്തകൾ, എമോഷൻസ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതോ അതോ സുഖപ്പെടുത്തുന്നതോ പോലും തടഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു കാര്യം മാത്രം നമുക്ക് ചെയ്യാം. അപ്പൊ അത് കൊക്കോയ്ക്ക് പിടികിട്ടുവാണ്. ഓർമ്മകൾ മായ്ച്ചു കളയുന്നതല്ലേന്ന് കൊക്കോ ചോദിക്കുവാണ്. അതെ, ശരിയാണെന്ന് ക്യൂഫ്രി പറയുവാണ്. മിക്ക സ്പെല്ലുകളും ഉപകരണങ്ങളിലാണ് ഉരുവിടുന്നത്, ഈ വിളക്കിനെ പോലെ, അല്ലെങ്കിൽ ഇതേപോലുള്ള വാതിലുകൾ എന്ന് പറഞ്ഞ് ക്യൂഫ്രി ആ വാതിലിനെ പിടിച്ച് കറക്കുവാണ്. ശരിയായ സ്ഥാനത്തിൽ എത്തിയ ഉടൻ ആ വാതിൽ ടെലിപ്പോർട്ടേഷനിലൂടെ വേറൊരു സ്ഥലത്തേക്ക് എത്തുവാണ്. അത് കണ്ട് കൊക്കോ ഒന്ന് അത്ഭുതപ്പെടുവാണ്. എന്നിട്ട് ക്യൂഫ്രി ആ ദൂരെ കാണുന്ന ഒരു കെട്ടിടം കണ്ടോന്ന് ചോദിക്കുവാണ്. അതാണ് ടവർ ഓഫ് ടോംസ്. അവിടെ അറിവ് സംരക്ഷിച്ചു വെക്കാനും എല്ലാവിധ മാജിക് ബുക്കുകളും എഴുതിയ നിമിഷം തന്നെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോ ആ പിക്ചർ ബുക്ക്, വാ നമുക്ക് ഇപ്പൊ തന്നെ അവിടെ പോവാം. അത് കണ്ടുപിടിക്കാണ്ട് എനിക്ക് ഉറക്കം പോലും വരില്ല എന്ന് കൊക്കോ ക്യൂഫ്രീന്റെ അടുത്ത് ആവേശത്തോടെ പറയുവാണ്. ക്യൂഫ്രി ഒരു മിനിറ്റ് നിൽക്കെന്ന് പറയുമ്പോഴത്തേനും ആ നദിയില് വലിയൊരു പാമ്പും മീനിനെയും ഡ്രാഗിനെയും പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സാധനം അങ്ങോട്ടേക്ക് എഴഞ്ഞു പോവുകയാണ്. അതിന്റെ ആ വാല ആ നദിയിൽ അടിക്കുമ്പോ ഇവര് മൊത്തം നനഞ്ഞു കുളിച്ചു പോവുകയാണ്. ക്യൂഫ്രി പെട്ടെന്ന് ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ട്, ഇതായിരുന്നു ആ ലിബ്രിയന്മാരുടെ വിചാരണ. ആ ടവർ ടോംസിനെ 3 ലിബ്രിയൻസ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതുങ്ങളെ മറികടക്കുന്ന വിച്ചസിന് മാത്രമേ ആ ടവറിൽ പ്രവേശിക്കാൻ അധികാരമുള്ളൂ. നീ ഇതിന്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ നീ നന്നായി പഠിക്കണം. കൊക്കോ, നിനക്ക് പഠിക്കാൻ അത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പേടി തോന്നുന്നത് വളരെ നാച്ചുറൽ ആണ്. പക്ഷേ ഇവിടെ ഫോർബിഡൻ മാജിക് മാത്രമല്ല എന്ന് പറഞ്ഞ് ക്യൂഫ്രി ആ വാതില് വേറൊരു ലോകം കാണിക്കുവാണ് കൊക്കോയ്ക്ക്. ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന മാജിക്കും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാജിക്കുകൾ നിനക്ക് പഠിച്ചൂടെ? അതാണ് എനിക്ക് തോന്നുന്നത്. നിനക്കെന്താ തോന്നുന്നേ കൊക്കോന്ന് ക്യൂഫ്രി കൊക്കോന്റെ അടുത്ത് ചോദിക്കുവാണ്. അതിനും അവള് സമ്മതിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ക്യൂഫ്രി കൊക്കോയിനുള്ള റൂം കാണിച്ചു കൊടുക്കുവാണ്. അത് ക്യൂഫ്രിന്റെ വേറൊരു വിദ്യാർത്ഥിനിയായ അഗോട്ടിന്റേതായിരിക്കും. അങ്ങനെ അഗോട്ട് വാതില് തുറക്കാത്തത് കൊണ്ട് ഇവര് ഉള്ളിൽ കയറി പോവുകയാണ്. കൊക്കോയ്ക്ക് ആ റൂം വളരെ ഇഷ്ടപ്പെടുവാണ്. നീ കുറച്ചുനേരം റെസ്റ്റ് എടുത്തോ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ക്യൂഫ്രി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ക്യൂഫ്രി കയ്യിലിരിക്കുന്ന ഒരു മെഷീനും കൊണ്ട് ഒരു വോയിസ് നോട്ട് അയക്കുവാണ്. ഞാൻ ക്യൂഫ്രിയാണ്. കൊക്കോനെ എന്റെ പരിശീലകനായി സ്വീകരിക്കാൻ സമ്മതിച്ചതിന് നന്ദി. പിന്നെ പിക്ചർ ബുക്കിനെ കുറിച്ച് ഒന്നുമില്ല. അവൾ ഇപ്പോൾ തന്നെ ആകെ തളർന്നിരിക്കുകയാണ്. കൊക്കോ ആ റൂം നോക്കിക്കാണുമ്പത്തേനും അവിടെയുള്ള ഡെസ്കിൽ കൈവയ്ക്കാൻ പോകുമ്പത്തേനും ആ സൈഡിൽ ഇരിക്കുന്നത് എന്റെ ഡെസ്കാണ്. കൊക്കോ നോക്കുമ്പോ അഗോട്ട് മുകളില് പറന്നോണ്ടിരിക്കുമായിരിക്കും. അവിടുന്ന് മാറ്, എനിക്ക് താഴോട്ട് ഇറങ്ങണം എന്ന് അഗോട്ട് പറയുവാണ് കൊക്കോന്റെ അടുത്ത്. കൊക്കോ ഉടനെ സോറി പറഞ്ഞ് അവിടുന്ന് മാറിക്കൊടുക്കുവാണ്. അഗോട്ടിന്റെ ഷൂസിലും ക്യൂഫ്രീന്റെ ഷൂസിലും ഉള്ളതുപോലെ സ്പെല്ലുണ്ടാവും. നിങ്ങൾ അഗോട്ടല്ലേ, ഞാൻ കൊക്കോയാണെന്ന് പറയാൻ വരുമ്പത്തേനും എനിക്കറിയാം എല്ലാരും സംസാരിക്കുന്ന പുറത്തുനിന്നുള്ള ആളല്ലേ നീ പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാണെന്ന് ഞാൻ കേട്ടിരുന്നു. പിന്നെ നിന്റെ അമ്മയ്ക്ക് നടന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. നീ ചെയ്ത തെറ്റിൽ അവരിനി ഒരു മനുഷ്യനായി തിരിച്ചു വരില്ല. അത് കേൾക്കുമ്പോ കൊക്കോയ്ക്ക് സങ്കടാവുകയാണ്. ഞാൻ ഇവിടെ വന്നത് തന്നെ അവരെ രക്ഷിക്കാനാണ്. ഞാനൊരു വിച്ചാകും. എന്നിട്ട് അങ്ങോട്ട് കുറച്ച് ദേഷ്യത്തിൽ അവളുടെ കൈ നീട്ടി കാണിച്ച്, നോക്ക്, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കാസ്റ്റിംഗ് സ്പെല്ല് വരച്ച് ഞങ്ങളുടെ വിരൽ തുമ്പുകൾ കറുത്ത കളറായി. എന്നിട്ട്
ടെസ്റ്റിൽ പാസ്സാവുന്നത് വരെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടെസ്റ്റിൽ പാസ്സായ മാത്രമേ ഞങ്ങളെ അവരുടെ ഒരു ശിഷ്യരായി തുടരാൻ അനുവദിക്കുകയുള്ളൂ. നിന്നെ പോലെ സാധാരണ ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. നിന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും വിച്ചാവാൻ പറ്റില്ല എന്നാ ഗോട്ട് പറയുന്നത് കേട്ടിട്ട് കൊക്കോയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു സ്പെല്ല് വരച്ചു, പക്ഷേ അത് വരയ്ക്കുന്നത് വരെ എനിക്കത് അറിയില്ലായിരുന്നു. എന്നാൽ നീ സ്വയം പ്രൂവ് ചെയ്, നിന്റെ ടെസ്റ്റ് നാളെ തുടങ്ങുകയാണ് എന്ന് അങ്ങോട്ട് പറയുവാണ്. പെട്ടെന്ന് അവിടേക്ക് ടിട്ടിയും റിച്ചയും കൂടെ വരുവാണ്. ഭക്ഷണം കഴിക്കാൻ സമയമായി, നമുക്ക് പോവാം. ടിട്ടിയെ കുറച്ച് എക്സൈറ്റ്മെന്റിലാണ്, കാരണം കൊക്കോ വന്നതിന്റെ വെൽക്കം പാർട്ടിക്കായി നല്ല ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിക്കാൻ പോയിരിക്കുമ്പോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, എപ്പോഴും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും. അങ്ങനെ ടിട്ടിയെ ക്യുഫ്രീന്റെ അടുത്ത് പരാതി പറയുവാണ്. ക്യുഫ്രി വേറൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പതിവ് പോലെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കൊക്കോ ഫുഡ് കഴിക്കുമ്പോ കൊക്കോയ്ക്ക് വളരെ ഇഷ്ടമാവുകയാണ്. കാരണം ക്യുഫ്രി ഒരു വിച്ച് മാത്രമല്ല, അടിപൊളി ഷെഫും കൂടെ ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൊക്കോ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അവൾക്ക് അവളുടെ അമ്മേനെ ഓർത്ത് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും അവള് ശ്രമിക്കുവാണ്. അടുത്ത ദിവസം കൊക്കോ പോയി പഠിക്കാനിരിക്കുവാണ്. ഒരു ബുക്ക് എടുത്ത് വെച്ച് എങ്ങനെങ്കിലും പെട്ടെന്ന് അവരുടെ ശിഷ്യഗണത്തിലാകണം എന്ന് കരുതി എന്തൊക്കെ ചെയ്യാന്ന് നോക്കിയിരിക്കുവാണ്. അപ്പൊ ക്യുഫ്രി അവിടെ വന്നിട്ട് മാജിക്കിന്റെ കാര്യത്തിൽ ബുക്കിൽ പറയാത്ത ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്, നീ വായിക്കുന്നതിനെ കഴിഞ്ഞും നീ അത് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. എന്നിട്ട് ക്യുഫ്രി അവൾക്ക് ആ മാജിക് ടൂൾസ് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അതില് പെന്നും മഷിയും കുറച്ച് സാധനങ്ങളും ഉണ്ടാവും. അത് കാണുമ്പോ കൊക്കോയ്ക്ക് വളരെ ഹാപ്പി ആവുകയാണ്. എന്നിട്ട് കൊക്കോ ആ പെണ്ണെടുത്ത്, ഇതാണ് വാണ്ട് അല്ലെങ്കിൽ മാജിക് പെൻ, എനിക്കിത് തൊടുമ്പോൾ ഇപ്പോഴും കുറച്ച് പേടിയുണ്ട്, പക്ഷേ എനിക്ക് എന്റെ അമ്മേനെ രക്ഷിച്ചേ പറ്റൂ, എന്താണെങ്കിലും കുഴപ്പമില്ല മാസ്റ്റർ ക്യുഫ്രി, എനിക്ക് ഇനിയും പറഞ്ഞു തരൂന്ന് പറഞ്ഞിട്ട് ക്യുഫ്രീന്റെ അടുത്ത് ചോദിക്കുവാണ്. എന്നാ നമുക്ക് തുടങ്ങാം എന്ന് ക്യുഫ്രി ചോദിക്കുവാണ്. അങ്ങനെ പഠിത്തം തുടങ്ങുമ്പോഴത്തേനും കൊക്കോ ആകെ മടുത്ത് തളർന്ന് അവിടെ വീട് കിടക്കുവാണ്. എന്നിട്ട് ക്യുഫ്രി, കൊക്കോ നീ ഓക്കെ അല്ലേ, നമുക്ക് ബ്രേക്ക് എന്തെങ്കിലും എടുക്കണോ? ഇല്ല വേണ്ട എന്ന് പറഞ്ഞ് അവൾ എഴുന്നേക്കുവാണ്. എന്നാൽ ശരി, ഇത്ര നേരം ഞാൻ നിന്നെ പഠിപ്പിച്ചത് നീ തിരിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറയുവാണ്. എന്നിട്ട് കൊക്കോ തിരിച്ചു പറയുവാണ്, ഒരു സ്പെല്ല് 3 എലമെന്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സിഗിൽ മധ്യത്തിലാണ്. അതിന്റെ ചുറ്റുമുള്ള ലൈൻസ് സൈൻസ് എന്ന് വിളിക്കപ്പെടുന്നു. വെളിയിലുള്ള ആ വൃത്തത്തെ റിംഗ് എന്ന് വിളിക്കുന്നു. നടുവിലെ സിഗിൽ ഫയർ, വാട്ടർ, ലൈറ്റ്, വിൻഡ് ഇവ നമുക്ക് ഏത് തരത്തിലാണോ മാജിക് ആണോ വേണ്ടത് അതിനെ കാണിക്കുന്നു. അതിന്റെ വെളിയിലുള്ള സൈൻസ് മാജിക്കിന്റെ സൈസ്, ഡയറക്ഷനെ തീരുമാനിക്കുന്നു. അവസാനം ആ ഔട്ടർ റിംഗ് കംപ്ലീറ്റ് ആവുമ്പോഴേ ഒരു സ്പെല്ല് ഉണ്ടാവുന്നുള്ളൂ. ഞാൻ കഷ്ടിച്ചാണ് പറഞ്ഞത്, പക്ഷെ എല്ലാം ഞാൻ മനപാഠമാക്കിക്കോളാം എന്ന് കൊക്കോ ഒരു മാതിരി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ക്യുഫ്രിക്ക് സാറ്റിസ്ഫൈഡ് ആകും. നീ നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറയുവാണ്. അങ്ങനെ കൊക്കോ ആദ്യത്തെ സ്പെല്ല് അവിടെ വരയ്ക്കാൻ പോവാണ്. ക്യുഫ്രി വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ ഒന്ന് വരച്ചതിന് പെട്ടെന്ന് അവള് ചുരുട്ടി കൂട്ടുവാണ്. ക്യുഫ്രി അവിടെ വന്നിട്ട്, നിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാണ്. ഇല്ല ഇല്ല അത് നോക്കല്ലേ, അത് കാണിക്കാൻ മാത്രം ഒന്നുമില്ലാന്ന് കൊക്കോ പറയുവാണ്. എന്നിട്ട് ക്യുഫ്രി, അത് സാരമില്ല, നീ ഇപ്പൊ പഠിക്കുന്നതല്ലേ ഉള്ളൂ, ഇതിലെന്താണ് തെറ്റെന്ന് പറഞ്ഞു തന്നാലേ അടുത്ത് നിന്നെ കൊണ്ട് ശരിയാക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, ഈ റിംഗ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ റിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ സ്പെല്ല് കാസ്റ്റ് ആവുള്ളൂ. ഒരു സംഭവം പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കൈ സ്റ്റഡി ആവണമെന്നൊന്നുമില്ല. നീ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ്, പക്ഷേ അത് നിനക്ക് ശീലമാകുമ്പോൾ നീ ഇവിടെ ഓടിക്കളിച്ച് നടക്കും എന്ന് ക്യുഫ്രി അവളെ സമാധാനിപ്പിച്ച് ആ സ്പെല്ലിലെ റിംഗ് കംപ്ലീറ്റ് ചെയ്യുവാണ്. പെട്ടെന്ന് ആ സ്പെല്ല് ആക്ടിവേറ്റ് ആയി അപ്പുറത്തിരിക്കുന്ന അഗോട്ടിന്റെ നേരെ വെള്ളം പാഞ്ഞൊഴുകുവാണ്. അഗോട്ട് സ്ലോ മോഷനിലൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ക്യുഫ്രി കൊക്കോയെ അവളെ പേടിച്ച് നിലവിളിക്കുവാണ്. എന്നോട് ക്ഷമിക്കണം, ഇതൊരു ആക്സിഡന്റ് ആണ്. എന്നിട്ട് കൊക്കോ അവളുടെ ഡ്രസ്സ് എടുത്ത് അവൾക്ക് വീശി കൊടുക്കുവാണ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ക്യുഫ്രി, ഒന്ന് സമാധാനിക്ക് കൊക്കോ. അഗോട്ട് എന്നോട് ക്ഷമിക്ക്, നീ ഓക്കെ അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല മാസ്റ്റർ, ഇതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഇവള് വരച്ച ആ കാസ്റ്റിംഗ് സീൽ എനിക്ക് കാണണം. എന്നിട്ട് ക്യുഫ്രി അതെടുത്ത് കൊടുക്കുവാണ്. ആ ഇതാണ് പ്രശ്നം, ഇങ്ങോട്ട് നോക്ക്, ഈ സൈനുകളെ അപേക്ഷിച്ച് ഈ സൈനിന് മാത്രം നീ വലിപ്പം കൂട്ടി, അതുകൊണ്ട് പ്രഷറും ഡയറക്ഷനും മാറി. അത് കേട്ട് ക്യുഫ്രി അഗോട്ടിന്റെ അടുത്ത്, നിന്റെ ഒബ്സർവേഷൻ എന്തായാലും നന്നായിട്ടുണ്ട്, അവളെ നിന്റെ സംരക്ഷണത്തിൽ വിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത 2-3 ദിവസത്തേക്ക് ഞാൻ ഗ്രേറ്റ് ഹാൾ സന്ദർശിക്കാൻ പുറത്തോട്ട് പോവും. അഗോട്ട്, ഞാൻ പോയ ശേഷം നീ വേണം അവളെ നോക്കാൻ. ഓക്കെ മാസ്റ്റർന്ന് അഗോട്ട് പറയുവാണ്. അത് കഴിഞ്ഞ് ക്യുഫ്രി വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും കൊക്കോ ഓടിപ്പോവാണ്. 1 മിനിറ്റ്, നിന്റെ സമപ്രായക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കും. കൊക്കോ,
അവള് സൂക്ഷിച്ചു നോക്കി പഠിക്കൂ എന്ന് പറഞ്ഞ് ക്യൂഫ്രി പോവുകയാണ്. കൊക്കോയ്ക്ക് സങ്കടാവുന്നുണ്ട്. കൊക്കോ റൂമിന്റെ ഉള്ളിൽ കയറി പിന്നെ അഗോട്ടിന്റെ അടുത്ത് സോറി പറയുവാണ് ആ നടന്ന സംഭവത്തെ കുറിച്ച്. നീ എന്നോട് സോറി ഒന്നും പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതെനിക്കൊരു പ്രശ്നമല്ലാന്ന്. പിന്നെ കൊക്കോ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ നീ സ്വന്തമായി പ്രൂവ് ചെയ്യണമെന്ന്. ഇനി കൗതുകമേറിയ ചെറിയ പാഠങ്ങളില്ല, നിന്റെ ടെസ്റ്റ് ഇവിടെ തുടങ്ങുകയാണ് എന്തെന്ന് പറഞ്ഞ് കൊക്കോ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ അഗോട്ടിനെ കൊക്കോയിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.